ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എണ്ണക്കടി മടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഓവർ എണ്ണ ഒന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ ഞാൻ അരക്കപ്പ് അളവിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി, അതായത് 1/4 കപ്പ് അരി കുതിർത്തതിന് ശേഷം അരക്കപ്പ് ആ ഒരളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് വലിയ ജീരകം, ഒരു നുള്ളു ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഓവർ പേസ്റ്റ് രൂപത്തിലൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മൂടേരി ഉണ്ടല്ലോ, ചോറൊക്കെ വെക്കുന്ന അരി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കി കുറച്ച് നമ്മളെ പച്ചരിയുടെ പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ 2 പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിലാണെങ്കിൽ സാധാ പച്ചരിപ്പൊടി മാത്രം ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പച്ചവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂടേരിൻ്റെ പൊടിയും കൂടിയും ചേർത്തിട്ട് ചെയ്തെടുക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് കുഴച്ചതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കുള്ള ഒരു ചെറിയ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി അരിഞ്ഞത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് വാട്ടിയിട്ടെടുക്കണം കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് അളവിൽ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കുറഞ്ഞ അളവിൽ തേങ്ങയുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലീൻ്റെ ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് മാവ് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോഴായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെക്കുന്നതെങ്കിൽ ഒരു മുട്ടൊക്കെ പുഴുങ്ങിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ബീഫിൻ്റെതായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹെവി ആക്കാത്തതുകൊണ്ടും ആ മുട്ട ഒന്നും വെക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലും അതേപോലെ നൈസായിട്ടുള്ളൊരു പത്തിരി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് കുക്കാവേണ്ടതുകൊണ്ട് തന്നെ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എണ്ണൊന്നും ഇല്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ.